ഇന്ന് നമ്മൾ നന്ദി പറയുന്നത് നമ്മളുടെ ചിന്തകൾക്കാണ്. എന്തിനിപ്പോൾ ചിന്തകൾക്ക് നന്ദി പറയണം? ചിന്തകളാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണകരമായ ചിന്തകൾക്കും നമുക്ക് ഇതുവരെ ഗുണകരമല്ലാത്ത ചിന്തകൾക്കും നന്ദി പറയണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പലപ്പോഴും ഗുണകരമല്ലാത്ത ചിന്തകൾ വന്നപ്പോഴാണ് നമ്മൾ ചിന്തകൾ ഗുണകരമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ നമുക്ക് ഗുണകരമല്ലാത്ത എല്ലാ ചിന്തകൾക്കും നന്ദി പറഞ്ഞ് അവയെ തുറന്നു വിടാം. ഇനി എങ്ങനെ നമുക്ക് മാറാം? എങ്ങനെ നമ്മളുടെ ചിന്തകളെ മാറ്റാം? എന്തിന്? അത് നോക്കാം. എൻ്റെ ഉള്ളിൽ എനിക്ക് ഗുണകരവും ദോഷകരവുമായ ചിന്തകളുണ്ട്. ജീവിതത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും കാണുന്ന ലോകം പുറത്തുള്ളതാണെന്ന് നാം കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പുറത്തുള്ള ലോകമല്ല, നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ്. ഒരു പക്ഷേ നാം ചിന്തിക്കുന്നു എന്നതിലാണ് നമ്മുടെ ദിവസത്തിൻ്റെ ഗുണമേന്മയും ശാന്തിയും ജീവിതത്തിൻ്റെ ദിശയും ഒളിഞ്ഞിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും 2 തരത്തിലുള്ള ചിന്തകൾ ഒരേ സമയം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകൾ, മറ്റൊന്ന് എന്നെ പിന്നോട്ട് വലിക്കുന്ന ചിന്തകൾ. ആദ്യം ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ചില അവസ്ഥകൾ വന്നപ്പോൾ അത് വളരെ വ്യക്തമായി കാണാൻ തുടങ്ങി. ഗുണകരമായ ചിന്തകൾ വന്ന ദിവസങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരുന്നു. എനിക്ക് കഴിയും, ഇതൊരു പുതിയ അവസരമാണ്, ഞാൻ പഠിച്ചു മെച്ചപ്പെടാം. ഇത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭാരക്കുറവ് അനുഭവപ്പെട്ടിരുന്നു. ശരീരത്തിൽ ഒരു എനർജി കൂടുതലായിട്ട് ഫീൽ ചെയ്തു തുടങ്ങി. ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ, അത് ഞാൻ എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. ഗുണകരമായ ചിന്തകൾ വന്നാൽ ജീവിതം പൂർണ്ണമായി പെർഫെക്റ്റ് ആകുന്നില്ല. പക്ഷേ ചലഞ്ചസ് ഉണ്ടാവും. അത് നേരിടാൻ ഉള്ളിൻ്റെ ഉള്ളിലൊരു ത്രില്ലായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിന് മറുവശവും ഉണ്ടായിരുന്നു. ദോഷകരമായ ചിന്തകൾ. എനിക്ക് പറ്റില്ല, എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, മറ്റുള്ളവർക്കെല്ലാം എളുപ്പമാണ്, എനിക്കെപ്പോഴും ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ചിന്തകൾ വന്ന ദിവസങ്ങളിൽ എൻ്റെ മനസ്സ് വളരെ ഭാരമുള്ളതായിരുന്നു. ചെറിയ കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളായി തോന്നിയിരുന്നു. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, പുറത്തുള്ള സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലെങ്കിലും എൻ്റെ പ്രതികരണം അതിനോട് എങ്ങനെയാണ് എന്നതാണ് എൻ്റെ ചിന്തകളിൽ നിന്ന് വരുന്നതെന്ന്. ഒരു പ്രധാന തിരിച്ചറിവ് ഞാൻ നേടിയ ഒരു ദിവസമുണ്ടായിരുന്നു. ചിന്തകൾ നിർത്താൻ നമുക്ക് കഴിയില്ല, പക്ഷേ അവയെ തിരിച്ചറിയാൻ കഴിയും. അതിലും പ്രധാനമായി ഏത് ചിന്തയെ എങ്ങനെ പിന്തുടരണം എന്ന് എനിക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ ദിവസം മുതൽ ഞാൻ ചെറിയൊരു പ്രാക്ടീസ് തുടങ്ങി. ഒരു ചിന്ത വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ഈ ചിന്ത എനിക്ക് ഗുണകരമാണോ അതോ എന്നെ പിന്നോട്ട് വലിക്കുന്ന ചിന്തയാണോ? ഇങ്ങനെ ഞാൻ ചിന്തയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ചിന്തയെന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിലെ കുഞ്ഞിനെ പോലെയാണ്. ടീച്ചർ ക്ലാസ്സിൽ ഇല്ല എങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, ബഹളം വെക്കും, ഓടി നടക്കും. അതേസമയം ടീച്ചർ ക്ലാസ്സിലുണ്ടെങ്കിൽ മിണ്ടാതെയിരിക്കും, കൃത്യമായി കാര്യങ്ങൾ ചെയ്യും. ഈ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ചിന്തകളെ ഡീപ്പിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗുണകരമായ ചിന്തകളെ ഞാൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. ദോഷകരമായ ചിന്തകളെ ഞാൻ മെല്ലെ മെല്ലെ വിട്ടയക്കാൻ തുടങ്ങി. ഒരു പട്ടം പറത്തി വിടുന്ന ലാഘവത്തോടെ. വന്നോട്ടെ, പൊക്കോട്ടെ, അതെനിക്ക് ദോഷകരമല്ല. വന്നത് വന്നു, അതനുഭവിച്ചതുകൊണ്ട് എനിക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചു. പൊക്കോട്ടെ, അതിനെക്കുറിച്ചുള്ള ചിന്തകളെ പോലും ഞാൻ എടുത്തു വച്ചില്ല, വിട്ടുകളഞ്ഞു. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിച്ചില്ല. പക്ഷേ ദിവസവും കുറച്ച് കുറച്ച് ശ്രദ്ധ നൽകി തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലെ മാറ്റം എനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചു തുടങ്ങി. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, നമ്മുടെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയും. നിയന്ത്രിക്കാനല്ല,
ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ചിന്തകൾ നമ്മെ അസ്വസ്ഥരാക്കാൻ വരില്ല. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെ മാറ്റുന്ന ഏറ്റവും വലിയ ശക്തി. ചിന്തയെ ശ്രദ്ധിക്കുക. ഇതിന് കാരണം തേടണ്ട. പലരും കാരണം എന്താണ് എന്ന് തേടാറുണ്ട്. കാരണം തേടാൻ നിന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലമായ ചിന്ത നിങ്ങളുടെ അരികിലേക്ക് വരില്ല. അനുകൂലമല്ലാത്ത ചിന്തകൾ വന്ന് എപ്പോഴും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഇന്ന് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഏത് തരത്തിലുള്ള ചിന്തകളോടൊപ്പമാണ്? ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഏത് തരത്തിലുള്ള ചിന്തകളോടൊപ്പമാണ്? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഗുണകരമായതോ അതോ ദോഷകരമായതോ. കാരണം നമ്മളാവുന്നത് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ്. ഇനി ഒരു ടിപ്പ് കൂടി പറയാം. നല്ല ചിന്തകളെ ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമാണ് നല്ല വായന, സത്സംഗം, ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരുടെ കൂട്ടായ്മ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഏത് പ്രശ്നം വന്ന് താഴോട്ട് പോയാലും എന്നെ അത് ബാധിക്കരുത്. ഉടൻ തന്നെ എനിക്ക് ബൗൺസ് ബാക്ക് ചെയ്ത് പഴയ അവസ്ഥയിലാവണം എന്നുള്ള ഒരു ആവശ്യബോധം. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പ്രശ്നം ഒഴിഞ്ഞിട്ട് ഒരു കാലവും ഉണ്ടാവില്ല. പക്ഷേ ആ പ്രശ്നത്തെ താലോലിച്ച് നടക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തി സ്വയം വിജയിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്ന് സ്വയം തിരിച്ചറിയുകയും കുട്ടികളെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അച്ഛനും അമ്മയും എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം. നമുക്ക് ചിന്തകൾക്ക് നന്ദി പറയാം. എന്നെ വളർത്തി വലുതാക്കാനായി ഇന്നേ വരെ വന്ന എല്ലാ നല്ല ചിന്തകൾക്കും എല്ലാ മോശം ചിന്തകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ ചിന്തകളെ ശ്രദ്ധിക്കുവാനുള്ള ശക്തി എനിക്ക് ലഭിച്ചതിന് നന്ദി. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. ഇവിടെ കിട്ടുന്ന പ്രാക്ടീസ് എല്ലാം ആക്ഷൻ എടുക്കുക എന്നതാണ് പ്രധാനം, വെറുതെ കേട്ടു പോകാനുള്ളതല്ല. താങ്ക് യു.